ഒളിക്കണ്ട ഒളിക്കണ്ട, ഞാനാണ്. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷമിട്ട് നടന്നാൽ ഒരു 35-40. അതിൽ കൂടുതൽ പറയില്ല അപ്പുമ്മക്ക് ഇപ്പോഴും. എന്ന് വെച്ചാൽ ഇനിയും വൈകിപ്പോയിട്ടില്ലാന്നർത്ഥം. കൊച്ചേ, ഈ ജീവിതം എന്ന് പറയണത് ആ കൂടെ ഒന്നേ ഉള്ളൂ. അത് പങ്കുവെക്കാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ. അത് കൈവിട്ടോ പിന്നെ ഈ ഒറ്റത്തടി, അതാ സുഖം. വയ്യാണ്ട് എവിടെയെങ്കിലും കിടക്കുമ്പോഴറിയാം. എന്നും ചാവടി വന്ന് വിളമ്പി തരാൻ ഞാനുണ്ടാവില്ല. ഞാൻ അങ്ങനെ. പക്ഷെ അതിനും തറവാട്ടിലെ കാരണവരുടെ സമ്മതം വേണം. സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും. അതാ ഇവിടുത്തെ പതിവ്. വയ്ക്കോ. വേണ്ട. നന്ദിനി, എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നിനക്കവനെ ശരിക്കും ഇഷ്ടമാണോ അതോ അവനെ കളിയാക്കാണോ? അപ്പുമാമയ്ക്ക് അങ്ങനെയാണ് തോന്നിയാൽ തന്നെ എന്താ തെറ്റ്? അവനോടും അവന്റെ അമ്മയോടും നിറവുകേടല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര്? നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടാ ചോദിക്കണേ. ആർ യു സീരിയസ്? ഗോനൂട്ടേട്ടൻ ഇങ്ങനെയായി പോണതില് എനിക്ക് വിഷമമുണ്ട്. വിഷമം എനിക്കുണ്ട്. അതല്ല ചോദിക്കണേ. അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിനക്കൊണ്ടോ എന്നാണ്. അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പുമ്മ. ആലോചിക്കണം. ആലോചിക്കാൻ സമയമായി. എതിർക്കാനേ ഉണ്ടാവൂ എല്ലാരും. ആരുമില്ലെങ്കിലും അപ്പുമ്മ ഉണ്ടാവും. ഈ ചാവടിയും പറമ്പും എന്റെ പേരില്ല, അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ ഒരു വീതം. ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാധാരമൊന്നും ആവില്ല. ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഇന്നൊരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറി എങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. സാപ്പിടുമ്പോ എന്തോ സാപ്പിടുക. എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ലേ ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി കാരിയല്ല എന്നാ ഇருக்கு சாப்பாடு. அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി തണ്ണി സാപ്പാട്ടുക്ക്. അയ്യോ, ഇവിടെയൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ சாப்பாடு. ஓ, அந்த தண்ணியா? அதெல்லாம் தேவையில்லை. தேவையில்லை சொல்றேன். അത് വണ്ടിത്താഴത്തുന്ന. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര ഇരിക്കാനാ.
അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. സുരജിയുടെ ലൈഫ് இருக்குல்ல കൊണ്ടുവന്നു വിടും. അല്ല സാർ, പോയാ ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ എന്താ? പോയി 2-3 വലിയ കഷ്ടം എടുത്തോണ്ടേ. അടേ രക്തം വരുത്തുപ്പാ. വേണ്ട, ഈ നല്ല തുണിയിൽ നിന്ന് രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതിയിൽ ചെന്നാ ഐസ് എന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? കമ്പി എന്ന വിഷയം? വിഷയമൊന്നുമില്ലേ, ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എൻ്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോൾ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പാൻഡർ വെച്ച് അവൻ്റെ തലയ്ക്കൊരടി വെച്ച് കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞേ? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ? നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മി തല്ലും. எண்ணிட்டியா? எத்தனை ஆளு, எவ்வளவு வண்டி? 35 தாருங்க ஐயா, 350 ஆளுங்க. സുബ്രഹ്മണ്യം മുതലാളിയല്ലേ? ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. யூனியனுக்கு தானே செக்ரட்டரி? ஓடுற ஆத்து கழுற மணலுக்கு முதலாளி இல்லையே. வந்த விஷயத்தை பாரா. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡ് ഒന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. എന്താണ് അത് വമ്പ്? கான்ட்ராக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன்லாம் கண்டுட்டு இல்லையே. வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்திட்டு. അത് സർക്കാർ കാര്യം, ഇത് യൂണിയൻ കാര്യം. ஓ யா, அப்ப நம்ம 2 பேரும் ஒரு காரியம் செய்யலாம். அரசாங்க சட்ட பிரகாரம் நான் செய்யறேன், யூனியன் சட்ட பிரகாரம் நீ செய். ഏത് വേണമെന്നാലും സെയ്. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് സൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. ഈ ലോക മാപ്പിൽ എത്തனை ஊர் இருக்கோ அத்தனையிலையும் காலடி வச்சுட்டு வந்தவனா. உன் உருட்டல் மிரட்டல்ல என்கிட்ட வச்சுக்காங்க. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന? எனக்கு வெளியூர் உள்ளூர்னு வித்தியாசம் கிடையாது. எல்லா ஊரும் என் ஊர் தான். யாதும் ஊரே யாவரும் கேளீர். எனக்கு ஒருபாடு ஜோலி உண்டு. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ஏதாவது சொல்லணும்னா ஒரு பேப்பர்ல எழுது, கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு, இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உன்கிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. ஓ അല്ല, படா.